السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. സർവാദരണീയരായ കമ്മിറ്റി ഭാരവാഹികളെ, സഹപ്രവർത്തകരായ ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളെ, നാട്ടുകാരെ, അല്ലാഹുവിന്റെ അതിമഹത്വവും അപാരവുമായ അനുഗ്രഹത്താൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം ആഘോഷത്തിന്റെ ഭാഗമായി പുറവൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഐതിഹാസികമായ നബിദിന പരിപാടിയുടെ സമാപന സമ്മേളനത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം അവന് പൊരുത്തപ്പെട്ട ഒരു സംഗമമാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സമയമേറെ വൈകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കപ്പെടുന്ന വേദിയിൽ ഒരൽപ്പമെങ്കിലും പ്രവാചക മദ്ഹ് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മോശമാണെന്ന് കരുതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അന്ത്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറഞ്ഞു പോയിട്ട് ഇന്നേക്ക് 1437 വർഷവും 2 ദിവസവും പിന്നിട്ടിരിക്കുകയാണ്. ഇത്രയും നീണ്ട കാലയളവിന് മുമ്പ് ജീവിച്ചു പോയ ഒരു മഹാമനീഷി ഒരു ഫോട്ടോയോ ഒരു രൂപമോ ഒന്നുമില്ലാതെ കോടാനുകോടി ജനതയുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ സുൽത്താനായി നിലകൊള്ളുന്നുവെങ്കിൽ അത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കപ്പെടുന്ന ഒരു പേരുണ്ടെങ്കിൽ അത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നാമകരണം ചെയ്യപ്പെടുന്ന ഒരു പേരുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമമാണ്. 24 മണിക്കൂറും ഒരു സെക്കൻഡ് ഇടതടവില്ലാതെ ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രകീർത്തിക്കപ്പെടുന്ന, പേര് പരാമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒരിടത്ത് ബാങ്ക് വിളിക്കുമ്പോ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ ഇപ്പുറത്ത് സലാത്ത് മജ്ലിസ് സംഘടിപ്പിക്കപ്പെടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുകയാണ്. അപ്പുറത്ത് പ്രവാചക പ്രകീർത്തന സദസ്സിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പരാമർശിക്കപ്പെടുന്നു. ഇന്ത്യയിൽ ബാങ്കുള്ള സമയത്തല്ല ഇന്തോനേഷ്യയിൽ ബാങ്ക് വിളിക്കുന്നത്, ഇന്തോനേഷ്യയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്തല്ല ജക്കാർത്തയിൽ ബാങ്ക് വിളിക്കുന്നത്, ജക്കാർത്തയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്തല്ല സ്വിറ്റ്സർലാൻഡിൽ ബാങ്ക് വിളിക്കുന്നത്. ഓരോ സ്ഥലത്തും വ്യത്യസ്ത സമയങ്ങളിലൂടെ ബാങ്ക് വിളിയിലൂടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കപ്പെടുന്ന ഒരു നാമം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് നമ്മുടെ നേതാവ്. ആ നമ്മുടെ നേതാവ് ഒരു മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത്, ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോ ഏത് കാൽ എടുത്തു വെക്കണമെന്നും എന്ത് ദിക്ർ ചൊല്ലണമെന്നും, രാവിലെ എഴുന്നേൽക്കുമ്പോ എന്ത് ദിക്ർ ചൊല്ലണമെന്നും, ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോ ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണമെന്നും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ജീവിതത്തിൽ ഒരു മനുഷ്യന് ആവശ്യമായ അഖില നിഖില മേഖലകളിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം വളരെ പ്രസക്തമാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാവട്ടെ, നിങ്ങൾ ഒരു അധ്യാപകനാണോ, എന്നാൽ മദീന പള്ളിയിൽ തന്റെ അനുയായി വൃന്ദത്തിന് മുന്നിൽ വിജ്ഞാനത്തിന്റെ അനർഘമുത്തുകൾ തന്റെ അധരമൊഴികളിലൂടെ പകർന്നു നൽകുന്ന അധ്യാപകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങളൊരു സ്റ്റുഡന്റ് ആണോ, നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ എങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ ആദരപുരസ്സരം ഇരിക്കുന്ന ഒരു തന്റെ വിജ്ഞാനത്തിന്റെ അധരമൊഴികളിൽ
സ്വാംശീകരിക്കുന്ന വിദ്യാർത്ഥിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങളൊരു കച്ചവടക്കാരനാണോ എങ്കിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവടക്കാർ, വിശ്വസ്തനായ കച്ചവടക്കാരനായിരുന്ന അൽ അമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. അങ്ങനെ ഏത് മേഖലയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നമ്മൾ നെഞ്ചിലേറ്റുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയങ്ങളെയും ആദർശങ്ങളെയുമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. തിരുസുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പല മഹാന്മാരും എഴുതി വെച്ചിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം വായിച്ചു കഴിഞ്ഞപ്പോ മഹാത്മാഗാന്ധിജി പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് തീർന്നു പോയല്ലോ, ഞാൻ സങ്കടപ്പെടുകയായിരുന്നു. ഇത്രയും വലിയ മഹാമനീഷിയുടെ ചരിത്രം ഇവിടെ തീർന്നു പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ സങ്കടപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജിയാണ്. മഹാനായ ജോർജ് ബെർണാഡ് പറഞ്ഞത് എന്താ? I have studied Muhammad, the most wonderful man they called savior of humanity. ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിച്ചു. എന്നിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്, അത്ഭുതകരമായ മനുഷ്യനാണ്. മനുഷ്യത്വത്തിന്റെ വിമോചകം എന്ന് വിളിക്കപ്പെടാൻ മാത്രം അത്ഭുതകരമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞത് ജോർജ് ബെർണാഡ്സിയാണ്. മൈക്കൽ എച്ച് ഹാർട്ട് ലോക ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ 100 വ്യക്തികളെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയപ്പോ അദ്ദേഹം ആദ്യത്തെ ചാപ്റ്ററിൽ കുറിച്ചിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, മൈ ചോയ്സ് ഓഫ് മുഹമ്മദ് ടു yield this trophy most influenced person in history. It may be served by some readers and may be questioned by others. ഞാൻ ലോക ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ 100 വ്യക്തികളെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയപ്പോ അതിന്റെ 1ാമത്തെ ചാപ്റ്ററിൽ മുഹമ്മദ് നബിയെ കുറിച്ച് എഴുതിയത് ഇറ്റ് മേ ബി സർപ്രൈസ് സം ലീഡേഴ്സ്, പല നേതാക്കളെയും അത്ഭുതപ്പെടുത്തിയേക്കാം. മേ ബി ക്വസ്റ്റ്യൻഡ് ബൈ അതേഴ്സ്, മറ്റുള്ളവർ അവനെ ചോദ്യം ചെയ്തേക്കാം. പക്ഷേ he was the only one man in history most supremely successful in both religious and secular level. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്, മതപരവും മതേതരവുമായിരിക്കുന്ന രീതിയിൽ ലോക ചരിത്രത്തിൽ വിജയകരമായ സ്വാധീനം ചെലുത്തിയ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പറഞ്ഞത് അമുസ്ലിമായിരുന്ന മൈക്കൽ എച്ച് ഹാർട്ടാണ് എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ പല മഹാന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വർണ്ണിച്ച് എഴുതുകയും അവർ പറയുകയും ചെയ്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ നെഞ്ചേറ്റണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ജീവന തുല്യം സ്നേഹിക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സമയമേറെ വൈകിയതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.